മുനമ്പം വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ കൈപ്പിടിയിലൊതുങ്ങി കേരള കോൺഗ്രസും. കേന്ദ്ര സർക്കാരിന്റെ വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കുമെന്ന പ്രസ്താവനയിൽ നിന്നുള്ള ഫ്രാൻസിസ് ജോർജ് എംപിയുടെ മലക്കമറിച്ചിലിൽ കേരള കോൺഗ്രസ് അണികൾക്കും അമർഷമുണ്ട്. ഭൂസമരത്തിന് പിന്നിൽ മുഖം തിരിച്ച UDF LDF സമീപനങ്ങൾക്കൊപ്പം ഘടകകക്ഷികളുടെ ഇരട്ടത്താപ്പും മുനമ്പത്ത് ചർച്ചയാവുകയാണ്. കഴിഞ്ഞ ദിവസം മുനമ്പം സമരപ്പന്തൽ സന്ദർശിച്ചപ്പോഴായിരുന്നു വഖഫ് ഭേദഗതി ബില്ലിൽ കോൺഗ്രസിനെ വെട്ടിലാക്കിയുള്ള പ്രഖ്യാപനം കേരള കോൺഗ്രസ് നേതാവ് ഫ്രാൻസിസ് ജോർജ് എംപി നടത്തിയത്. ബില്ലിനെ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിച്ച ഫ്രാൻസിസ് ജോർജ് ന്യായമായ ആവശ്യമുയർത്തിയുള്ളതാണ് മുനമ്പം ജനതയുടെ സമരമെന്നും പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ പറഞ്ഞ വാക്കിന് ഒരു ദിവസത്തെ ആയുസ് പോലും നൽകാതെ മലക്കം പറഞ്ഞ ഫ്രാൻസിസ് ജോർജ് പറഞ്ഞതെല്ലാം തിരുത്തി ബില്ലിൽ വ്യക്തത വേണമെന്ന് മാത്രമാണ് പ്രസംഗിച്ചതെന്നും പാർലമെന്റിൽ വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞിട്ടില്ലെന്നും നിലപാട് മാറ്റി. ഈ രണ്ട് കാര്യങ്ങളിലാണ് ഏറ്റവും പ്രധാനമായി ഒരു മാറ്റം ഉണ്ടാകേണ്ടത്. അതാണ് ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. അതിനോട് 100% ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ, അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ യോജിക്കുന്നു. എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും വ്യക്തമായ സുവ്യക്തമായിട്ടുള്ള നിലപാട് അതാണ്. ആ നിലപാട് ഞങ്ങൾ പാർലമെന്റിൽ ഈ നിയമം ചർച്ചയ്ക്ക് വരുമ്പോൾ വ്യക്തമാക്കിയിരിക്കും. അത് നമ്മൾ പിന്തുണച്ചിരിക്കുക, യാതൊരു സംശയക്കാര്യത്തില്ല. മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തിലുള്ള മുന്നണി സംവിധാനത്തിൽ മുന്നോട്ടു പോകുന്ന UDF-ൽ നിന്നുകൊണ്ട് വഖഫ് ഭേദഗതി ബില്ലിനെ കേരള കോൺഗ്രസ് നേതാവ് പിന്തുണച്ചതും തന്റെ പാർട്ടിയുടെ കൂടി നിലപാട് ഇതാണെന്ന് പരസ്യമായി പറഞ്ഞതും ലീഗിന് കടുത്ത അതൃപ്തിയുണ്ടാക്കിയിരുന്നു. കോൺഗ്രസ് നേതൃത്വവും കേരള കോൺഗ്രസിനെ തിരുത്തി. ബില്ല് പാർലമെന്റിലെത്തുമ്പോൾ തടയാനാകില്ലെന്നും എന്ത് ചെയ്യുമെന്ന് കാത്തിരുന്ന് കാണാമെന്നുമാണ് ഫ്രാൻസിസ് ജോർജ് പറയുന്നത്. എന്നാൽ ലീഗിന് വഴങ്ങി കേരള കോൺഗ്രസിന്റെ അഭിപ്രായങ്ങളിൽ ലീഗും കോൺഗ്രസും ഇടപെടുന്നതിൽ സാധാരണ കേരള കോൺഗ്രസ് പ്രവർത്തകരും കടുത്ത അമർഷത്തിലാണ്. ജനം, കൊച്ചി.